കഥകൾ വായിക്കാനും കഥകൾ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ വർക്കൗട്ട് ആവും എന്ന് പറയാം. അപ്പോൾ അതും കേട്ടപ്പോൾ രസമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തിയത്. എനിക്ക് ഇങ്ങനെ ക്രൂരം ചെയ്ത് മതിയായി അവസ്ഥ എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടം. ആൾക്കാരൊക്കെ എനിക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ മൃഗീയമായി അങ്ങനെയല്ല, സത്യമായിട്ട് എനിക്ക് നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. കുറച്ച് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ തോട്ടയൊക്കെ എറിഞ്ഞിട്ട് മാസ സീനൊക്കെ ചെയ്ത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് എപ്പോഴും നമ്മുടെ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. ഞാൻ ആലോചിച്ചപ്പോഴേ മണിരത്നം സാർ ആക്ഷൻ പറയുന്നു, അദ്ദേഹം കട്ട് പറയുന്നു, സന്തോഷ് സാർ ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ റഹ്മാൻ. ഏത് പൊട്ടനാണ് ഇത് കളയാൻ പോണേ അല്ലെ? ഹലോ, നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു അപ്പാനി ശരത്. യെസ്, വെൽക്കം ടു മൈ ഷോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, അടിപൊളി, സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വിശേഷമാണ് ജങ്കാർ. പറയൂ, എന്താണ് ജങ്കാർ? ജങ്കാർ ഒരു ഫാമിലി സർവൈവൽ ത്രില്ലർ സ്വഭാവത്തിൽ പെടുന്നൊരു സിനിമയാണ്. ഡയറക്ടർ പേര് മനോജ് യാദവ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അദ്ദേഹം ഇതിന് തൊട്ട് മുമ്പ് ചെയ്തത് തമ്പാച്ചി എന്ന് പറയുന്നൊരു ഓഫ് ബീറ്റ് സിനിമയാണ്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ കോൺസെപ്റ്റുകളൊക്കെ എന്നോട് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറികളാണ്. ഒരു ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത സ്റ്റോറി ടെല്ലിങ്ങും ആണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് തമ്പാച്ചി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ഈ സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചതാണ്, ഇത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇങ്ങനത്തെ റിയലിസ്റ്റിക് അങ്ങനത്തെ ഒരു കഥയല്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് കഥകൾ വായിക്കാനും കഥകൾ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ വർക്കൗട്ട് ആവും എന്ന് പറയാം. അപ്പോൾ അതും കേട്ടപ്പോൾ രസമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തിയത്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ശ്വേത മേനോൻ ചേച്ചി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ശബരി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, രേണു, കുറേ ഗീതി സംഗീതം, ഒത്തിരി ആക്ടേഴ്സും. ഇത് എല്ലാ ക്യാരക്ടേഴ്സിനും ആ ക്യാരക്ടേഴ്സിന് ബാക്ക് ഡ്രോപ്പിലൊരു സ്റ്റോറി ഉണ്ടാവും. അങ്ങനത്തെ ഒരു തിരക്കഥയാണ്. അങ്ങനെയാണ് ജങ്കാർ എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തിയത്. ജങ്കാറിൽ ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറയുമോ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഭീന്ദ്രൻ എന്നാണ്. അഭി എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും അല്ലെങ്കിൽ വളരെ ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു പയ്യൻ. മറ്റു സിനിമകൾ പോലെ വയലൻസ് അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു പയ്യൻ ചെയ്യാം. ബാക്കി എല്ലാത്തിലും കത്തി, വെട്ട്, ബോംബ്. ഞാനിനി കൊല്ലാനുള്ള സ്റ്റൈല് കഴിഞ്ഞു, ഇനി എങ്ങനെയൊക്കെ കൊല്ലും. അതുകൊണ്ട് ഇതിൽ വയലൻസ് ഇല്ല. ഇതിൽ കുഴപ്പമില്ലാത്തൊരു ഇമോഷൻസ് ഒക്കെ കിട്ടിയ ഒരു പ്രണയവും ഇമോഷൻസ് ഒക്കെ അഭിനയിക്കാൻ പറ്റി. ആ ഒരു പ്രണയ റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് അങ്ങനത്തെ പാട്ടൊക്കെ ഒരു മഴയത്ത് നായികയ്ക്കൊപ്പം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അതൊക്കെ ഭയങ്കര ടഫായിരുന്നു. ശാന്തി മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫി. പക്ഷെ ഔട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ് തോന്നി പാട്ട് കണ്ടപ്പോൾ. പിന്നെ എല്ലാം ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരു സിനിമയാണ്. ഭയങ്കര നമ്മൾ പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊരു സാധാരണ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ത്രില്ലർ ഒരു മൂഡുണ്ടോ ഈ സിനിമയ്ക്ക്? ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ചുരുക്കം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് മുഴുവൻ പറയലെന്നാണ് പറഞ്ഞേക്കണത്. പക്ഷെ എന്നാലും ഒരു തുരുത്തും ആ തുരുത്തിലേക്ക് വന്നിട്ട് പെടുന്ന 2-3 ആൾക്കാരും അവരുടെ കഥയും അവിടെ നിന്നുള്ളൊരു അവർ ഇമോഷണലി ഉള്ള ഒരു സർവൈവലാണ്. ഇപ്പൊ ഇതുവരെ ചേട്ടൻ ചെയ്യാത്തൊരു ഷെയ്ഡാണല്ലോ ഈ ഒരു പാവം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ചേട്ടന് എനിക്ക് ഇങ്ങനെ ക്രൂരം ചെയ്ത് മതിയായി അവസ്ഥ എപ്പോഴെങ്കിലും? എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടം. ആണോ? എനിക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ മൃഗീയമായി അങ്ങനെയല്ല, സത്യമായിട്ട് എനിക്ക് നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. കുറച്ച് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ചേട്ടൻ എപ്പോഴും ഒരു ക്യാരക്ടർ കേൾക്കുമ്പം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാ? പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നും എടുക്കാറില്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ലൈവിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഡിയൊക്കെ എടുക്കും. പിന്നെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതിന് മുമ്പ് ഒരു സിനിമയിലും ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിൽ ഇടണം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ മോണിറ്റർ പോയി നോക്കുമ്പോൾ ഇത് നോർമലി ഇതിന് മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയും, എനിക്കൊരു 1 more കൂടെ തരാൻ പറ്റുമോ ചോദിച്ചിട്ട് 1 more കൂടെ ചെയ്യും. ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അവരറിയില്ല അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ഒന്നും കൂടെ ചെയ്താൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്.
അത് ശരി. ഇപ്പൊ ശരിക്കും ചേട്ടൻ്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ വന്ന ഒരാളാണല്ലോ. അപ്പം ഇപ്പം എന്താ പറയണ്ടേ, അങ്കമാലി ഡയറീസ് ഇപ്പൊ ജങ്കാറിൽ എത്തി നിൽക്കുമ്പം ഈ ഒരു ജേർണി തിരിഞ്ഞു നോക്കുമ്പം ചേട്ടൻ എന്താണ് ഫീൽ ചെയ്യണേ? അടിപൊളി. ഭയങ്കര സംഭവല്ലേ, അടിപൊളിയാണ് തോന്നുന്നു. എപ്പോഴെങ്കിലും ഈ ഒരു ജേർണിയിൽ എവിടെയെങ്കിലും ഒന്ന് തളർന്നു പോവേ, അല്ലെങ്കിൽ അത് പറ്റാതിരിക്കേ, അല്ലെങ്കിൽ ഭയങ്കര മാനസികമായി ഡൗൺ ആയി, അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും കാണുമല്ലോ. അത് ഇപ്പം ഞാൻ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ആളല്ലേ. അപ്പോൾ എൻ്റെ നാടകം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നാടകം മാത്രമല്ല എല്ലാ ആർട്ടും ചെയ്യും. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവും, സ്കൂളുകളിൽ കുട്ടികളെ മൈമും നാടകമൊക്കെ പഠിപ്പിക്കാനായിട്ട് പോവും, ജഡ്ജിമെൻറ്റിന് പോവും. പിന്നെ ഈ പറഞ്ഞ ഉത്സവപ്പറമ്പിൽ ഈ ഘോഷയാത്രയ്ക്കുള്ള ആൾക്കാരില്ലേ, അവരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവും. ചിലപ്പോൾ ഞാൻ തന്നെ വേഷം കിട്ടി ആടാറുണ്ട്. അങ്ങനെ വൻ പരിപാടികളാണ് ഇത്. നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു +2 ഒക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഇതൊരു തൊഴിലായിട്ട് എടുത്തത്. ഈ അഭിനയം അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നൊരു കലയെ നമ്മൾ തൊഴിലായിട്ട് എടുത്തത് ഒരു +2 ഒക്കെ കഴിഞ്ഞ ശേഷമാണ്. അതുവരെ സ്കൂളിലൊക്കെ ഓക്കെ ആയിരുന്നു, മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാം, എല്ലാ കലോത്സവങ്ങൾക്കും മിമിക്രി, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, നാടകം, ടേബിളോ എല്ലാം ഉണ്ട്, എല്ലാ പരിപാടി അടിക്കും. ഇനിയിപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ലളിതാരം വരെ ഞാൻ കയറി പാടും. അങ്ങനെയാണ് എൻ്റെ ഒരു കലാജീവിതം. അയ്യോ, അതൊക്കെ ഭയങ്കര സംഭവമാണ്. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെ +2 വരെയൊക്കെ ഓക്കെ ആയിരുന്നു, 10ാം ക്ലാസ് വരെയൊക്കെ ഓക്കെ. പിന്നെ ആയപ്പോൾ അച്ഛൻ നൈസായിട്ട് പരിപാടി മാറി തുടങ്ങി, ട്രാക്ക് മാറ്റി. ഇത് നടക്കൂല, ഇത് മുഴുവൻ സമയവും ഇത് നടക്കൂല എന്നൊക്കെ പറഞ്ഞോണ്ടി. പഠിക്കാൻ അങ്ങനെ വലിയ സംഭവമൊന്നും ആയിരുന്നില്ല, എന്നാലും ഈ കലയായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് അധ്യാപകർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു നമ്മളെ. അതിൽ ആ ഒരു മീറ്റർ പിടിച്ച് വലിയ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു. ഈ ഫസ്റ്റിലെ തന്നെ ടീച്ചറിന്റെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല, എങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നെ. പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കും എന്നെ കൊണ്ട് ക്ലാസ്സിൽ. അപ്പൊ ഞാൻ നാടകമൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഭംഗിയായിട്ട് വായിക്കാൻ പറ്റും മലയാളം. അപ്പൊ അതൊക്കെ എനിക്ക് വലിയ മോട്ടിവേഷൻ ആയിരുന്നു എൻ്റെ ടീച്ചേഴ്സൊക്കെ. വീട്ടുകാര് അച്ഛനൊരു 10ാം ക്ലാസ് വരെയൊക്കെ ഓക്കെ, പിന്നെ ഇപ്പം സ്ട്രിക്റ്റ് ആയി തുടങ്ങി. അറിയാമല്ലോ, ഇത് നമ്മളെ ഒരു പഠിക്കണം, ഒരു ജോലി വാങ്ങിക്കണം, പിന്നെ കുടുംബം നോക്കണം, എല്ലാവരെയും പെങ്ങളെ കെട്ടിച്ചു വിടണം, ഉത്തരവാദിത്തമുള്ളൊരു ഫാമിലിയാണല്ലോ. അത് മാത്രമാണ് ഇവരുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ എനിക്കത് ഒരിക്കലും പറ്റാത്തൊരു സ്ട്രക്ചറായിരുന്നു. എങ്ങനെ ചേട്ടാ ഇതിലേക്ക് വന്നു? ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി കയറി. അത് നടക്കൂല, അവിടെ നിന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കൂലെന്ന് മനസ്സിലായി. കാര്യം അവിടെ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പോലും പിന്നെ ആയപ്പം ഇവന് വേറെ ഒരു പരിപാടിക്ക് പോയാൽ പോരെ, ഇവൻ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഉള്ള ടോക്കുകൾ വരും. അപ്പം പിന്നെ നമ്മളെ മനസ്സിലാക്കാത്തൊരു, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അമ്മ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മാമ്മ പുള്ളിക്കാരിയാണ് എനിക്ക് പൈസയൊക്കെ തന്നിട്ട് എന്നെ ഓഡീഷന് വിടുന്നതും മത്സരത്തിന് കലോത്സവത്തിനൊക്കെ കൊണ്ടുപോകണൊക്കെ അമ്മാമ്മയാണ്, അമ്മയുടെ അമ്മ. അപ്പം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. ഞാൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ അത് കാണാനൊക്കെ വരാറുണ്ട്. എന്നെയും കൊണ്ട് ഈ നാടകങ്ങളൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുപോകും. അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മയ്ക്ക്. അപ്പോൾ അമ്മമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ ഒരു കലാമന്ദിരം എന്ന് പറയുന്നൊരു സമിതി ഉണ്ടായിരുന്നു വീടിന് തൊട്ടടുത്തായിട്ട്, നാടക സമിതി. അപ്പോൾ അവിടെ ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അവിടെ പോവും, എല്ലാ ദിവസവും സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം പോവും. അപ്പോൾ അവിടെ ടീച്ചർ പഠിപ്പിക്കും എന്നെ. ടീച്ചറാണ് എന്നെ അക്ഷരം എഴുതിപ്പിച്ചത്. നമ്മൾ പണ്ട് കൊച്ചിയിൽ അക്ഷരം എഴുതിപ്പിക്കില്ലേ, അപ്പം അന്ന് ആ ടീച്ചറാണ് എന്നെ അക്ഷരം എഴുതിപ്പിച്ചത്. ഹരിശ്രീ ഗണപതായ നമഃ എന്നൊക്കെ അക്ഷരം എഴുതിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ തന്നെയാണ് ട്യൂഷൻ എടുക്കുന്നത്. ഒരു വീട്ടിൽ തന്നെയാണ്. അപ്പം അവിടെ ഒരു കലാമന്ദിരം എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടെ ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ട്. അപ്പം എന്നെ ടീച്ചർ ഞാൻ പഠിക്കുകയും ചെയ്യും, പാരലൽ ഡാൻസ് പഠിക്കും, പാട്ട് പഠിക്കും. അങ്ങനെ ഒരു മീറ്ററിൽ പോയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊരു, ഞാൻ എൻ്റെ ഫസ്റ്റിലല്ല 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യണം സ്റ്റേജിൽ, മോണോ ആക്ട്. അത് അവിടെ നിന്ന് പഠിച്ചിട്ട് ചെയ്ത മോണോ ആക്റ്റാണ്. അപ്പോൾ അന്ന് തൊട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു കുടുംബം, ആ ഒരു വീട്ടിലുള്ള ആൾക്കാരും അവരൊക്കെ ടീച്ചർ തന്നെ ഒരു വലിയ രീതിയിൽ ഈ കലയെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. അതൊക്കെയാണ് ഇതിന്റെ ഒരു, അവിടെയൊക്കെയാണ് ഒരു തിരിവുണ്ടായത്. അതൊക്കെ വലിയൊരു സമ്പത്ത് തന്നെയാണല്ലേ. പിന്നെ ഇപ്പം ഏതൊരു പോയിന്റിലാണ് സിനിമയാണ് ചേട്ടന്റെ ഒരു ഫീൽഡ് എന്ന് ചേട്ടനെ തിരിച്ചറിഞ്ഞു? സിനിമ എന്നല്ല, സത്യം പറഞ്ഞല്ലോ, ഞാൻ ഈ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല ആൾക്കാർക്ക്. അതല്ല, ഇവൻ എന്നാ മുട വർത്തമാനം പറഞ്ഞു കുറെ നേരം ആയല്ലോ ബിൽഡപ്പ് തുടങ്ങിയിട്ട്. അതല്ല, സത്യം പറഞ്ഞ ഈ സിനിമാ നടനാവണം എന്നുള്ളൊരു ആഗ്രഹവും അത്ര തന്നെ മനസ്സിലുണ്ടായിരുന്നില്ല.
അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാടകങ്ങൾ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത്തേനും തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഈ സിനിമയിലേക്ക് എത്തണമെന്നൊന്നും വലിയ ധാരണയില്ല. എനിക്ക് ഒരു ഐഡിയ ഇല്ല, ആരും പരിചയമില്ല, ഒറ്റ മനുഷ്യനറിയില്ല. അപ്പോൾ എൻ്റെ അരുവിക്കര എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾ സിറ്റിയിലേക്ക് എത്താൻ തന്നെ വേണം 1 മണിക്കൂർ, അങ്ങനത്തെ ഒരു സ്പേസിലാണ്. അപ്പോൾ അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ ഈ സിനിമ അല്ലായിരുന്നു, കണ്ടിന്യൂസ് ഈ ആർട്ട് എന്ന് പറയുന്ന കല കൊണ്ട് ആർട്ട് ചെയ്ത് എങ്ങനെ നമുക്ക് ജീവിച്ച് സർവൈവൽ ചെയ്ത് പോവാം എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഇങ്ങനെ എത്തിച്ചതാണ് ഇവിടെ. ഞാനായിട്ട് എത്തിച്ചേർന്ന് എനിക്കറിയില്ല. ഞാൻ കാലടി എന്ന് പറയുന്നത്, ഞാൻ അങ്കമാലിയിൽ ആദ്യം ഈ ഇടയ്ക്ക് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത്, +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് പാരലൽ ജോലിക്ക് പോകുമല്ലോ. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ നമ്മളെ ഒരു ജോലി വേണം, എന്തെങ്കിലും ഒരു ജോലി ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞാനൊരു ഞാൻ ഇതിനു മുമ്പ് കുറേ ഇൻ്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സേവനക്ക റിപ്പോർട്ടറിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടി അങ്കമാലിയിൽ വന്നു. എനിക്ക് അങ്കമാലിയിൽ നിന്നൊന്നും അറിയില്ല. അങ്കമാലി വന്നിട്ട് ഞാൻ ഈ ബിസിനസ്സിന് ജോലിക്ക് പോയി, എക്സിക്യൂട്ടീവ് ഇൻഷർട്ടൊക്കെ ചെയ്ത് ഞാൻ ജോലിക്ക് പോയി. ഇപ്പോൾ ഇത് ഫുൾ അങ്കമാലി മാർക്കറ്റ് ചാലക്കുടി ഏരിയയിലൊക്കെയാണ്. അപ്പോൾ അവസാനം അത് മദ്യമായിട്ട് സഹി കെട്ടിട്ട് ഞാൻ കളഞ്ഞ് വെറുത്ത് ഞാൻ പോയി വിടുന്നു. പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ തോട്ടയൊക്കെ എറിഞ്ഞിട്ടുള്ള സീനൊക്കെ ചെയ്ത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് എപ്പോഴും നമ്മുടെ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ ആർട്ടിനെ കൂടെ പിടിച്ചു, നമ്മൾ ഒന്നിനെയും ബോധരയായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പാഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു, അവിടെ എത്തി. ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരാനുണ്ടായ ഒരു കാരണം തന്നെ ഒരു ഡ്രാമയാണ്, ഒരു പ്ലേ. ഞാൻ അവിടെ ഒരു പ്ലേ ചെയ്തു. ആ പ്ലേ അത്യാവശ്യം നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്തു അവിടുത്തെ ആൾക്കാർ. സൈക്ലിസ്റ്റ് എന്ന പ്ലേയുടെ പേര്. അപ്പോൾ അതിൻ്റെ കഥ തന്നെ ഒരു സൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അപ്പോൾ ആ നാടകം അവിടെ ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിറ്റേ വർഷം അവിടുത്തെ അധ്യാപകർ എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു പഠിക്കാനായിട്ട്. ഞാൻ പഠിത്തം തുടങ്ങി. എൻ്റെ ഒരിക്കലും ഞാൻ ഒരു ക്യാമ്പസ് ലൈഫൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കാം. കാരണം അങ്ങനത്തെ ഒരു ചുറ്റുപാട് 3 കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് വരുന്നു പഠിക്കാനൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ഇതല്ല. ലൈഫ് സർവൈവലാണ്, ഓട്ടമാണ്. പക്ഷെ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു, പഠിത്തം തുടങ്ങി. പിറ്റേ കൊല്ലം ഞാൻ അങ്കമാലി ഡയറീസിലേക്ക് എത്തി. ഇതെല്ലാം എൻ്റെ ഒരു കലാജീവിതം കൊണ്ടുണ്ടായ ഒരു. ശരിക്കും ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു പേരിന് ഭയങ്കര ബ്രാൻഡാണല്ലോ. പുള്ളിയുടെ സിനിമയിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് മെജോറിറ്റി ആളുകളുടെ ആഗ്രഹം. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ സിനിമയിലാണ് ആ ചേട്ടൻ ആദ്യം വരുന്നത്. അതും ഒരു കിടിലൻ സീനും. ആ സീൻ ഇപ്പോഴും കൂടി ഞാൻ ചേട്ടനാ വരുന്നതെന്ന് പറഞ്ഞപ്പോ അയ്യോ അതിൽ ആ തോട്ടം ഒട്ടിക്കുന്ന സീന്. അത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതൊന്നും അല്ലല്ലോ. നമ്മളിപ്പോ ലിജോ ചേട്ടൻ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് അറിയാം, ഈ ആമേനൊക്കെ ചെയ്ത ആളാണെന്നറിയാം. വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, യാതൊരു പരിചയമില്ലല്ലോ. അപ്പോൾ സിനിമ എന്താണെന്നും ഐഡിയ ഇല്ല. ഇടയ്ക്കൊക്കെ ഈ കാണും എന്നുള്ള അല്ലാതെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഞാൻ ഈ സ്ട്രീറ്റ് പ്ലേകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, തെരുവ് നാടകങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഒരു ഓപ്പൺ സ്പേസിൽ നിന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുകയും പല ചിന്തകളിൽ പല ഇമോഷൻസിൽ നടന്നു പോകുന്ന പല ആൾക്കാരെ ഒറ്റയടിക്ക് ഇതിലേക്ക് കോൺസെൻട്രേഷൻ എത്തിച്ച് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പരിപാടിയാണ്. പിന്നെ നല്ല സ്പേസ് എടുക്കുക, ആക്ടർക്ക് നല്ല സ്പേസ് എടുക്കുക അഭിനയിക്കാനായിട്ട്. ഇത് അതിലുണ്ടായിരുന്നു, അങ്കമാലി ഡയറീസിൽ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല പൂർണ്ണമായിട്ടും ആ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് തന്നു, നമുക്കത് ചെയ്യാൻ സാധിച്ചു. പിന്നെ ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ്. ഇതിൻ്റെ ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ടർ സാറാണെങ്കിലും അവരുടെ ടാലൻ്റാണ് ഇങ്ങനെ ഔട്ട് വന്നത്. നമ്മൾ അങ്ങ് ചെയ്തു. അത് എന്താകുന്നൊന്നും പ്രതീക്ഷയിലൊന്നും അല്ലല്ലോ, അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് ചേട്ടന് പൊതുവേ ഇങ്ങനെ ടെൻഷൻ അടിക്കുക അതൊന്നും ചേട്ടന് ഡിക്ഷണറിയിലേ ഇല്ല. എനിക്ക് എന്തോ കുറച്ചേരം സംസാരിച്ചിട്ടേ ഉള്ളൂ, എന്നാൽ കൂടി എനിക്ക് തോന്നുക വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, ഞാനൊരു ടെൻഷൻ അടിക്കാത്തൊരാളൊന്നും ആയിരുന്നില്ല. ടെൻഷനൊക്കെ അടിക്കുമായിരുന്നു എന്താവും. പക്ഷെ ഞാൻ അങ്ങനെ അതങ്ങനെ ചിന്തിക്കാത്തതാണ് നല്ലത്. നമ്മൾ എന്താകും എന്നുള്ള ചിന്തയിൽ പോയിപ്പോണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്താൽ പോരെ അല്ലേ? നമ്മൾ അത് ചെയ്യാതെ വേറെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തോണ്ടിരുന്ന അവിടെ എത്തൂലല്ലോ. നമ്മൾ ചെയ്യുന്ന പരിപാടി നീറ്റായിട്ട് ചെയ്തോണ്ടിരിക്കാന്നേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ സിനിമകൾ വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കഥകൾ കേൾക്കുന്നതൊക്കെ കുറയുമ്പോ ആ സമയമൊക്കെ ചേട്ടൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും പോലും പ്രതീക്ഷ വന്ന് നിർത്തുന്നല്ലോ ഒരാളല്ലല്ലോ. ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു. എൻ്റെ ആദ്യ സിനിമയൊക്കെ ഭയങ്കര ഹിറ്റായി, രണ്ടാമത്തെ പടം അടിപൊളി, പാട്ടടിപൊളി എന്ന് കരുതി എപ്പോഴും ഹിറ്റൊന്നും എൻ്റെ എല്ലാ സിനിമകളും ഭയങ്കര ഹിറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇവൻ കുഴപ്പമില്ലാത്തൊരു നടനാണ്, അപ്പോൾ ഇവൻ വിചാരിച്ചാൽ ഇനിയും പരിപാടികൾ ഇവൻ്റെ സൈഡിൽ നിന്ന് വരും എന്നുള്ള ധാരണ അവർക്കും ഉണ്ട്.
അതിനുപരി എനിക്കും ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ വീഴ്ചകൾ വന്നാലും അടുത്ത പരിപാടി പിടിക്കാം, കുഴപ്പമില്ല. ഈ വർഷം ഒരു പടം ഇറങ്ങിയില്ലേ, അടുത്ത വർഷം ആ പടത്തിൽ ഗംഭീരമാക്കാം. പിന്നല്ലാതെ തളർന്ന് നമ്മൾ അവിടെ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനിയൊരു LJP വരില്ല. എപ്പോഴും ഇതുപോലത്തെ ആൾക്കാർ വന്നിട്ട് എന്താ സ്ഥലത്തെ കയറുവാന്ന് പറയില്ലല്ലോ. അപ്പം വരുമ്പോൾ അത് സൂക്ഷിച്ച് നന്നായിട്ട് ചെയ്യുക. അതുവരെ നമ്മൾ ജോലി എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചേട്ടൻ ഒരു കഥ കേൾക്കുമ്പോ ഇത് ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന എപ്പോഴാ? ഒന്ന് തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് ആ കഥയോടുള്ള ഇഷ്ടം തോന്നുമല്ലോ. പിന്നെ ഇത് പറയുന്നത് എനിക്ക് പറയിച്ചിൽ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഓക്കെ അടിക്കണം, അത് നല്ല രസമായിട്ട് പറയണം. അപ്പം അങ്ങനെയുള്ള കഥകൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ വായിക്കും എന്തായാലും, തിരക്കഥ വായിക്കും എന്തായാലും. പിന്നെ എനിക്ക് ആ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഞാൻ എന്താണെങ്കിലും നോക്കണമല്ലോ. അപ്പം എൻ്റെ ക്യാരക്ടർ എന്താണ് അതിൽ ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. അത് നോക്കാറുണ്ട്. ബാക്കി സിനിമയുടെ ടോട്ടാലിറ്റിക്ക് ഈ പറഞ്ഞ ഈ തിരക്കഥ എഴുതി വെച്ചെന്ന് വെച്ച് ഇതിൻ്റെ ഔട്ട് നന്നായിട്ട് വരണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ടെക്നിക്കൽ സൈഡും ആരൊക്കെയാണ് അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതെ. ഇപ്പൊ ചേട്ടൻ മൈമും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പം ഈ മറ്റേ ഈ റോഡ് സൈഡിൽ ഒരു പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമില്ല. അപ്പൊ അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമ ഡയറക്ഷൻ മനസ്സിൽ മോഹമുണ്ടോ? ഡയറക്ഷൻ ശരിക്കും പറഞ്ഞാൽ പണി അറിയണം. അത് അങ്ങനെ ചുമ്മാ ഇരുന്ന് ഡയറക്ഷൻ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അതിപ്പം തിരക്കഥയിലുള്ള വിഷ്വലുകളെ ബിൽഡ് ചെയ്ത് പല ബോക്സുകളിലാക്കി വെക്കണം, ഓരോ ഫ്രെയിമുകളൊക്കെ. പിന്നെ അത് പോയിട്ട് ക്യാമറമാൻ വർക്കാവണം, അത് കുറച്ച് ലെൻസിൻ്റെയൊക്കെ കുറച്ച് പരിപാടികൾ അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് ഡയറക്ഷൻ വലിയ താല്പര്യം പോകുന്നില്ല. പക്ഷെ സ്ക്രിപ്റ്റ് താല്പര്യമുണ്ട്, കഥ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതണമെന്നുള്ള നല്ലൊരു താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. ഡയറക്ഷൻ എഴുതി വെച്ചിട്ടുണ്ടോ ഡിസ്കഷന് വേണ്ടിയിട്ട്? ഇല്ല, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് കുറച്ച് നാളായി അതിൻ്റെ പുറകെ തന്നെയാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി. അപ്പം അത് എഴുതി തീർക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. ഇപ്പം ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക സീരീസ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എനിക്കൊന്ന് കുറേ പേർക്ക് ചേട്ടൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീരീസാണ്. അതിലേക്ക് എങ്ങനെയാ ചേട്ടൻ എത്തിയേ? ഓട്ടോ ശങ്കർ എന്നാണ് ഡയറക്ടർ രംഗാണ്, ക്യാമറമാൻ മനോജ് പരമഹംസ. അപ്പോൾ ആ ടീം മൊത്തത്തിൽ വിളിച്ച് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തു. ഇപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് സ്ക്രിപ്റ്റിനോട് വലിയൊരു ഇഷ്ടം തോന്നി. ജീവിച്ചിരുന്ന ഒരാളുടെ കഥയാണല്ലോ, ഒരു ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കഥയാണ്. അപ്പോൾ അത് ഭയങ്കര ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിയൽ ക്യാരക്ടർ, ഇത്രയും ലൈഫ്, പ്രത്യേകിച്ച് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് അദ്ദേഹം അപ്പോൾ പുള്ളിയുടെ സ്റ്റോറി ചെയ്യാനൊരു താല്പര്യം തോന്നി. പിന്നെ നല്ല ടീമായിരുന്നു, മൊത്തം അടിപൊളി ടീമായിരുന്നു. ക്യാമറ ആണെങ്കിലും ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട് എത്രത്തോളം ഗംഭീരമായിരിക്കും എന്ന് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം തൊട്ട് നമുക്കറിയാം. കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ആ വർക്കിൽ. അപ്പോൾ ഈ റിയൽ ലൈഫ് ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മൾ ഈ നോർമൽ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര പാടല്ലേ? അപ്പോൾ ചേട്ടൻ അതിനെന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഹോംവർക്ക് കുറച്ച് വണ്ണം വെക്കണമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ആക്ടർ ആ ക്യാരക്ടർ പറഞ്ഞ് അതിലേക്ക് എത്തിക്കാൻ അവരെടുക്കുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ. ഇപ്പോൾ ഡയറക്ഷൻ ടീം അതിവിടെ അടിപൊളിയായിരുന്നു. നമുക്ക് അത്രയും കൺവിൻസിങ് ആവുന്ന രീതിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തു. ആ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു ഇവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമ്മുടേതായ ഒരു കളക്ഷൻ എടുക്കും. എൻ്റെ ആ ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിലേക്ക് എത്താനായിട്ട് കുറേ കളക്ഷൻസ് എടുത്തു ഞാൻ. ജീവിച്ചിരുന്ന അയാളുടെ സമയത്തുള്ള കുറച്ച് ഫോട്ടോസുകൾ, അന്ന് നടന്ന വാർത്തകൾ, പിന്നെ എൻ്റെ ഒരു അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ കഥ. അപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് ഹോംവർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ അങ്ങ് സംഭവിച്ചു. അത് കുറേ നാളുണ്ടായിരുന്നു എൻ്റെ ഷൂട്ടിങ് ഓട്ടോ ശങ്കർ. അപ്പോൾ അത് എനിക്ക് വലിയൊരു ഗിഫ്റ്റായിട്ട് തോന്നിയൊരു ക്യാരക്ടറാണ്. അതായത് നമ്മളൊരു ക്യാരക്ടർ തന്നെ കുറേ നാൾ ചെയ്യുമ്പോഴേ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഇടയ്ക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടറിവ്. അനുഭവിച്ചെന്ന് ഞാൻ പറയുന്നില്ല, കേട്ടറിവ്. അപ്പം അതുകൊണ്ട് രസകരമായിരുന്നു ഓട്ടോ ശങ്കർ, നല്ല രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പം എല്ലാവരും അതിലൊരു വയലൻസും അതിൻ്റെ ഒരു ഭീകരതയാണ് കാണുന്നത്. പക്ഷെ ഞാൻ ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അയാളുടെ ഒരു സർവൈവൽ, ഒരു ഓട്ടോക്കാരനായിട്ടിരുന്ന ആൾ വളരെ കഷ്ടപ്പെട്ട് പല പല കാര്യങ്ങൾ ചെയ്ത് സാഹചര്യം കൊണ്ട് ഒരു തെറ്റിലേക്ക് പോയി അങ്ങനെ പോയ ഒരാളാണ്. അപ്പം
രസമായിട്ട് തോന്നി. ഇപ്പം ചേട്ടൻ ചെയ്ത സിനിമകളിലൊക്കെ ഡയറക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ എല്ലാം മിക്കതും ബിഗ് നെയിംസ് ആണെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ചെക്കച്ചിവന്ത വാനം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം മണിരത്നം എന്ന് പറയുന്ന ഒരു ലെജൻഡ് കൂടെ വർക്ക് ചെയ്യാൻ ആളുകൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഡയറക്ട്ലി കേൾക്കാനൊരു ഇൻട്രസ്റ്റോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു മണിസാറിന്റെ കൂടെ ഉള്ള? ഭയങ്കര സന്തോഷം. കാര്യം ഇത് ഒന്ന് സിനിമ ഇറങ്ങിയ സമയത്ത് പല ആൾക്കാരും കണ്ടിട്ട് പറഞ്ഞു തുഷാരത്തിന് ചെറിയ ക്യാരക്ടറാണ്, സ്മോൾ ചെറിയ വേഷമായിരുന്നു അത്ര ഇങ്ങനെ. ഞാൻ ആലോചിച്ചപ്പോഴേ മണിരത്നം സാർ ആക്ഷൻ പറയുന്നു, അദ്ദേഹം കട്ട് പറയുന്നു, സന്തോഷ് സാർ ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ റഹ്മാൻ. ഏത് പൊട്ടനാണ് ഇത് കളയാൻ പോണേ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കും, ആരെങ്കിലും ചെയ്യാതിരിക്കും. ഞാൻ എന്നെ സംബന്ധിച്ച് വളർന്നു വരുന്നൊരു അല്ലെങ്കിൽ തുടക്കക്കാരെന്ന നിലയ്ക്ക് എനിക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ പോയി ആ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. കുറച്ച് നാൾ അവരുടെ കൂടെ ഒരു ട്രാവലിംഗ് എനിക്ക് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഒരുപാടൊന്നും പഠിച്ചെടുക്കാനെന്നുള്ള ശ്രമമൊന്നും പറ്റിയില്ല. കാര്യം ഇവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ അയ്യോ അരവിന്ദ് സ്വാമി കാതൽ റോജാവേ ഇതൊക്കെയാ മുന്നിൽ. പുള്ളിയെ ഞാൻ അടിക്കണം, സത്യം പുള്ളിയെ ഞാൻ അടിക്കണം. പുള്ളിയാണെങ്കിൽ തൊട്ടാൽ മതി റെഡ് നിറമാവും, അങ്ങനത്തെ മനുഷ്യൻ. അപ്പം ഞാനൊക്കെ പണ്ട് മറ്റേ റേഡിയോയിലൊക്കെ തന്നെയല്ലോ സ്ഥിരം കേൾക്കുന്ന പാട്ടുകളായിരുന്നു. കാതൽ ഒരു നൈറ്റ്, അത് കൂടുതൽ രാത്രിയാണ്. ഒരു 9 മണിക്ക് ശേഷം കൂടുതൽ പ്രോഗ്രാം ഉണ്ടല്ലോ പണ്ട് ഉണ്ടായിരുന്നതിൽ, സ്ഥിരം ഇങ്ങനത്തെ റൊമാൻറ്റിക് സോങ് കേൾക്കണം, കാതൽ റോജ. അപ്പം അങ്ങനെ കേട്ട് ഒരാളെ ഇപ്പം നേരിട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിപ്പോയി. പിന്നെ ചിമ്പു ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു സീനേ ഉള്ളൂ, പക്ഷേ ഈ സീനിൽ എല്ലാവരും ഉണ്ട്, ഓൾ ആക്ടേഴ്സ് ഉണ്ട്, ഒരൊറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ ശരിക്കും ഒരു ദൈവം അനുഗ്രഹിച്ചൊരു ദിവസം എന്നൊക്കെ പറയല്ലേ. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്, ഭയങ്കര ടെൻഷൻ, എന്താണ് അവസ്ഥ, എങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. പിന്നെ ഇവര് സന്തോഷേട്ടൻ്റെ ഗ്യാങ് ഫുൾ മലയാളീസ് ഗ്യാങ് ഒക്കെ ഉണ്ട് കുറേ, അപ്പൊ അവരുമായിട്ടൊക്കെ കുറച്ച് കമ്പനിയായി. അങ്ങനെ പിന്നെ ആ ഡയറക്ഷൻ ടീമും അടിപൊളിയായിരുന്നു. അതെല്ലാം നല്ലൊരു അനുഭവമായിട്ട് കാണുന്നു. അതെ. പിന്നെ ഞാൻ വിചാരിക്കുന്നു വേറെ ഒരു പ്രാവശ്യം ഇതുപോലെ ചേട്ടൻ പറന്നുപോയ അടുത്ത സിനിമയാണ് കല്യാണിയുടെ ചവിട്ട് കെട്ടിട്ട് പറക്കുന്ന സീന്, ആന്റണി ജോഷി സാർ പടമല്ലേ? അതെ, ആരധികമേ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതെ. അപ്പൊ ശരിക്കും ഒരു ചവിട്ട് കിട്ടിയോ അതോ? അതൊന്നും ചവിട്ട് റോപ്പല്ലേ, ചവിട്ടിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചവിട്ട് കിട്ടിയാൽ പോലും ഇപ്പൊ എന്താ കുഴപ്പം? അതെ. എങ്ങനെയായിരുന്നു ജോഷി സാറിന്റെ ഒരു വലിയ സ്കൂളല്ലേ, വലിയ സ്കൂളിലെ രസമാണ് ഭയങ്കര. ചേട്ടൻ എപ്പോഴും ഒരു സെറ്റ് അഭിനയിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എന്തൊരു മെമ്മറിയാണ് അവരുടെ കൂടെ? തീർച്ചയായിട്ടും അവരുടെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ എല്ലാ സെറ്റിലും എല്ലാവരുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും നല്ല കമ്പനിയാണ് എല്ലാവരും. ഇപ്പം മിക്ക സിനിമകളും ചെയ്ത് വരുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്, എല്ലാവരും മിസ് ചെയ്യലും ഇനി കുറേ നാളത്തേക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവർ ചേട്ടന്മാരായിരിക്കും മിസ് ചെയ്യണേ. സ്ഥിരം പോണ വണ്ടിയായിരിക്കുമല്ലോ, റൂമിൽ നിന്ന് സ്ഥിരം പോണത് ഡ്രൈവർ ചേട്ടൻ. രാവിലെ കാണുന്ന അവരെയാണ്, സെറ്റിൽ ചെന്നാലും ചായ കൊണ്ടുവരുന്ന ചേട്ടൻ, നമ്മൾക്ക് മേക്കപ്പ് ഇടുന്നത്, കോസ്റ്റ്യൂം തരുന്ന ആൾക്കാർ, ഇവരെല്ലാവരും കഴിഞ്ഞ് കുറേ 30-35 ദിവസം നമുക്ക് ഒരുമിച്ചാണ്. അപ്പോൾ ഇവരെല്ലാവരും മിസ് ചെയ്യാറുണ്ട്, ആക്ടേഴ്സിനെ മിസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചേട്ടന്റെ ഇൻസ്റ്റ ഞാൻ നോക്കിയ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്, അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന റീൽസ് ഈ ട്രാവല്, ഫാമിലിയുടെ കൂടെയുള്ള ട്രാവല് ഭയങ്കരമായിട്ട് ഞാൻ കുറെ കാണാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഫാമിലി ടൈം അതെങ്ങനെ ചേട്ടൻ മാനേജ് ചെയ്യുന്നത്? അത് മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ, അതും ഇതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. അതെ. അപ്പോൾ ഉറപ്പായിട്ടും അവർക്കൊരു നമ്മളൊരു സ്പേസ് കൊടുത്തേ പറ്റൂ. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ യാത്രകൾ പോകാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അവരുടെ കൂടെ പോകാൻ ഇഷ്ടം. അങ്ങനെ ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചൊക്കെ പോവാന്നുള്ളത്. ചേട്ടനെ ഓരോ സിനിമ കഴിയുമ്പോൾ ചേച്ചി എന്നൊക്കെ വന്ന് പറയാറുണ്ട്. ചേച്ചി പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല, ഞാനാണ് ഫുൾ ഐഡിയ. പുള്ളിക്കാരി കുഴപ്പം ഐഡിയ ഒന്നും ഇടാറില്ല, ഞാൻ ഫുൾ ഐഡിയ. നമുക്ക് അങ്ങോട്ട് പോവാം, റെഡി ആയിക്കോ, പോവാം എന്നൊക്കെ പറയാം, അങ്ങനെ പോകും. അപ്പൊ എന്തൊരു വിഷമം വന്നാലും സന്തോഷം വന്നാലും ഓടി ചെല്ലുന്നത് ഇവരുടെ അടുത്തേക്ക് തന്നെയാണോ? അവസാനം അവിടെ എത്തുള്ളൂ നമ്മൾ, അതാണ്. വേറെ ആരൊക്കെ ഉണ്ടെങ്കിലേ അവസാനം നമുക്കൊരു ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച പറ്റുമ്പോഴോ അവിടെ അവരുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് വെച്ചതാ. അതുകൊണ്ട് ഞാൻ ആ ശീലം അങ്ങനെ കീപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഒരു അച്ഛൻ എങ്ങനെയാണ്? കുറച്ച് സ്ട്രിക്റ്റ് ആണോ അതോ കുറച്ച് ജോവിയലാണോ? അല്ല, സ്ട്രിക്റ്റ് ഒന്നും അല്ല. സ്ട്രിക്റ്റ് ആണോന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അല്ല. പക്ഷെ അവർ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെയാണ്, അടിപൊളിയാണ്. അച്ഛനായതിനു ശേഷം ചേട്ടൻ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ചേട്ടൻ തോന്നിയിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു ഉത്തരവാദിത്വം കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ്. ശ്രദ്ധയുണ്ട്, പല കാര്യങ്ങൾക്കും ശ്രദ്ധയുണ്ട്. ഒരാൾ മാത്രമല്ല, ഇത്രയും പേര് വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ടുണ്ട്. മുമ്പാണെങ്കിൽ രേഷ്മ മാത്രം, ഇപ്പം അങ്ങനെയല്ല, 2 പേര് എക്സ്ട്രാ ഉണ്ട്. അവർ പ്രായം കുറഞ്ഞ മക്കളാണല്ലോ, അപ്പോൾ അവർ ഒരുപാട് കാത്തിരിക്കും. വേറൊരു ഇതല്ലേ, അപ്പോൾ ഭയങ്കര സുഖമാണ്. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര രസമല്ലേ.
അവര് വിശേഷങ്ങളൊക്കെ ചോദിക്കോ സെറ്റില് അല്ലേ? അല്ല, വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കും. ഇപ്പം ഇടയ്ക്ക് ലൊക്കേഷനിൽ കൊണ്ടുവരും ഞാൻ. ആണല്ലേ? അവർ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവർ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. എൻ്റെ ജോലി എന്താണ്, ഈ ജോലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ്, അവരുടെ കഷ്ടപ്പാട് എന്താണ്, ഇതൊക്കെ ഇവർ അറിഞ്ഞിരിക്കണം. വൈഫാണെങ്കിലും മക്കൾ രണ്ടുപേരുണ്ടെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ വന്ന് പറയാറുണ്ട്. അതേപോലെ വേറൊരു ഭാഗ്യം ചേട്ടന് കിട്ടിയതാണ് ജിമിക്കി കമ്മൽ പാട്ട്. ആ സമയത്ത് ഈ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇത് ഇത്രയും ഹിറ്റ് ആകുന്നു, അങ്ങനെയൊന്നും തോന്നിയില്ല. ആ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ നല്ലൊരു സോങ്, ജിമിക്കി കമ്മൽ സോങ്, ഒരു അടിച്ചുപൊളി പാട്ട്. അപ്പോൾ എൻ്റെ അങ്കമാലി ഡയറീസിന് ശേഷം ഫ്രെയിമിൽ കാണുന്ന അതാണല്ലോ. അപ്പോൾ അതിലൊരു ഡിഫറെൻറ്റ് തോന്നി. ഒരു പാട്ട് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ഉത്സവം മറ്റേ കൂട്ടത്തിലുള്ള പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ അടിപൊളിയായിട്ട് അത് പിന്നെ അത് ഹിറ്റായി കഴിഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഇത് ഇത്ര ഹിറ്റായി? എൻ്റെ ദൈവം, കാണുന്ന സ്ഥലത്തൊക്കെ ജിമിക്കാൻ പറ്റും, കാണുന്ന സ്ഥലത്ത് എവിടെ പോയാലും ഇത് തന്നെ. ഈ അവസാനം അത് എവിടെ ചെന്നാലും കളിക്കാൻ പറ്റും. ഇന്റർനാഷണൽ ഹിറ്റ് ആയിരുന്നില്ല, ഫോറിനേഴ്സ് വരെ ഇന്ന് ബീച്ചിന് കളിക്കാൻ തുടങ്ങി. അല്ല, അങ്ങനെ ഒരു പാട്ട് നമുക്ക് തന്നതിന് ഷാൻ റഹ്മാനും പിന്നെ ലാൽ ജോ സാർ എല്ലാവർക്കും ഒരു നന്ദി, താങ്ക്സ്. അത് വലിയ അതും നമ്മളൊരു ട്രാവലിങ്ങിലൊരു ഗിഫ്റ്റ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ജങ്കാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ എത്ര പാട്ടുകളും ഒക്കെ? ജങ്കാറിൽ മൊത്തം 2 സോങ് ഓൾമോസ്റ്റ് റിലീസായി. പിന്നെ കുറച്ച് തീം, അതിൻ്റെ സീനനുസരിച്ചുള്ള മ്യൂസിക്. ബിജിബൽ സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ശാന്തി മാസ്റ്ററാണ് കൊറിയോഗ്രാഫിങ് ചെയ്തേക്കണേ. പിന്നെ മാഫിയ ശശി സാറാണ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു കെട്ടിച്ചമയ്ക്കൽ ഫൈറ്റ് അല്ല. ഒരു സിറ്റുവേഷനിൽ എന്താണോ സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മൂഡാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ സമയത്ത് എന്ത് നടക്കുന്നു അതിനെ സർവൈവ് ചെയ്യുക, അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്, അങ്ങനത്തേക്കുള്ള ഒരു ഫൈറ്റാണ്. ഒരു നാട്ടിൻ പ്രദേശത്തെ കഥയായതുകൊണ്ട് തന്നെ. ഇപ്പൊ നമ്മൾ ഈ ശ്വേത ചേച്ചിനെയൊക്കെ ഇപ്പൊ ടിവിയിലും ഇങ്ങനത്തെ പരിപാടിക്ക് റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര എനർജറ്റിക്കും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ചേച്ചിയാണല്ലോ. സെറ്റിൽ എങ്ങനെയാണ് ഇതേപോലെ? സെറ്റിൽ അടിപൊളിയായിരുന്നു ചേച്ചി ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് മൂഡ് ഓഫാ, ഉറക്കം വരും. ചേച്ചി അങ്ങനെ നിന്ന് തകർക്കും. ചേച്ചി ഓരോ സീൻ ചെയ്യുമ്പോഴും കോമഡി പറയും, കൗണ്ടറൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇമോഷൻ സീനൊക്കെ ചെയ്യുമ്പോൾ ചേച്ചി അവിടെ മാറിയിരുന്ന് കോമഡി പറയും. ആദ്യമൊക്കെ നമുക്ക് തോന്നി ചേച്ചി കുറേ പടങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആക്ടേഴ്സ് നമ്മളൊക്കെ സീനിയർ അല്ലേ എന്നൊക്കെ തോന്നി. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മളാണ് സീനിയർ, ചേച്ചി വെറും ജൂനിയർ ആയി. ചേച്ചി അടിപൊളിയാണ്. പിന്നെ വർക്ക് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് കൂടി ഇപ്പം കൂടി ചേച്ചി ഈ സിനിമയെ എവിടെയൊക്കെ എത്തിക്കാൻ പറ്റൂ, ഏതൊക്കെ രീതിക്ക് പ്രൊമോഷനിൽ ചേച്ചിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, അങ്ങനെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് ഒരു ചേച്ചിയായിട്ട് തന്നെ. ഇപ്പൊ ഈ ജങ്കാർ സിനിമ സെറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റി ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം ഈ ഒരു കാര്യം അതിന്റെ ഷൂട്ട് ലൊക്കേഷൻ അടിപൊളി. പാലക്കാട് ആയതുകൊണ്ട് അവിടുത്തെ സ്ഥലമൊക്കെ ഒരുപാട് മിസ് ചെയ്തു, ലൊക്കേഷൻസ് ഒക്കെ മിസ് ചെയ്തു. പിന്നെ അതിനുശേഷമാണ് ശരിക്കും പണി കിടക്കുന്നത്. ഈ നമ്മളെല്ലാവരും കാണുമല്ലോ, ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും നമ്മൾ നേരിട്ട് കാണും. പിന്നെ ഡബ്ബിങ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. ആ ലൊക്കേഷൻ നമ്മൾ മിസ് ചെയ്യുമല്ലോ. അതെ. അപ്പൊ ജങ്കാർ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് ചേട്ടൻ പറയുന്നത്? ഒന്നൊരു ജങ്കാർദായി വരുന്ന 4-ാം തീയതി, അതായത് മറ്റന്നാൾ പറയണോ വേണ്ട, വരുന്ന 4-ാം തീയതി തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഫാമിലി സർവൈവൽ ത്രില്ലർ സ്വഭാവത്തിൽ വരുന്നൊരു സിനിമയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ കഥകൾ കേൾക്കാനും കഥകൾ വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിലേക്ക് വരിക, സിനിമ കാണുക. അന്ന് വേറെയും കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ആ സിനിമ പോയി കാണുക. ഈ ആഴ്ച നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചിലവ് പങ്കുവയ്ക്കുക. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി കുറെ സിനിമകളും ക്യാരക്ടേഴ്സൊക്കെ തേടിയെത്തട്ടെ. താങ്ക് യു. അടിപൊളി.